ഭാര്യ. ജീവന്റെ പാതി എന്നൊക്കെ ചുമ്മാ അലങ്കാരത്തിന് പറയാറില്ലേ? സ്വന്തം വീട്ടില് സമാധാനത്തോടെ ധൈര്യത്തോടെ രാജകുമാരിയെ പോലെ കഴിഞ്ഞവൾ പിന്നീട് ഒരു സമയത്ത് നമ്മളെ മാത്രം വിശ്വസിച്ച് അവളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം സാധിച്ചു കൊടുക്കുമെന്ന വിശ്വാസത്തോടെ അവൾ അതുവരെ അനുഭവിച്ച സുഖ സൗകര്യങ്ങളൊക്കെ മാറ്റി നിർത്തി അതുവരെ അപരിചിതനായ അന്യനായ ഒരുവന്റെ താലിച്ചരടിന്റെയോ മഹറിന്റെയോ മാത്രം ബലത്തിൽ മരണം വരെ ഇനിയുള്ള ജീവിതം നിശ്ചയിക്കപ്പെടുന്നു. പലപ്പോഴും സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം വേദനയോടെ നിസ്സഹായമായി മാറ്റിവെച്ച് നമ്മുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും വഴങ്ങേണ്ടി വന്നവൾ ഇന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ വേദന അനുഭവിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും നോക്കാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നവൾ. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവളുടെ വീട്ടിലെത്തിയാൽ അവളുടെ മുഖത്തുണ്ടാകുന്ന ഒരു ധൈര്യം, ഒരു കോൺഫിഡൻറ്റ്, ഒരു സമാധാനം? അതേ ധൈര്യവും കോൺഫിഡൻസും സമാധാനവും എന്നും അവളിൽ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, അവളെ പരിഗണിക്കാതിരിക്കരുത്, അവളെ കേൾക്കാൻ മറക്കരുത്. പരിഗണിക്കുന്നവന്റെ ഭംഗി പരിഗണിക്കപ്പെടുന്നവന്റെ ഹൃദയത്തിലാണ് എന്ന് പറയാറില്ലേ? പരിഭവങ്ങളും പരാതികളും ഇല്ലാത്ത ഭാര്യമാരില്ല. സത്യമാണ്. അവരുടെ എല്ലാ പരാതികളും സങ്കടങ്ങളും നമ്മളോട് വന്ന് പറയുന്നത് അതിനൊക്കെ പരിഹാരം വേണ്ടതുകൊണ്ടോ നമ്മൾ അതൊക്കെ പരിഹരിച്ചു കൊടുക്കും എന്നുള്ള വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് അവർക്ക് എല്ലാം വന്ന് പറയാനും അവരെ കേട്ടിരിക്കാനും നമ്മൾ ഉണ്ടല്ലോ എന്ന വിശ്വാസം കൊണ്ടാണ്. ജീവിതമാണ്, ജീവിക്കാമായിരുന്നു, ജീവിക്കാൻ അനുവദിക്കാമായിരുന്നു എന്നൊരു തോന്നൽ പിന്നീട് ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ.